നമുക്ക് ബാബിസിലെ ഒരു അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ബാബിസിൽ സൈനപ്പ് പേജിൽ വന്ന് നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ മെയിൽ ID, ഫോൺ നമ്പർ, പിന്നെ അതുപോലെ തന്നെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം താഴെ സൈനപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ബാബിസിൽ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി വാട്സപ്പിൻ്റെ API ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കണക്ട് ചെയ്യാൻ ഇവിടെ 2 മെത്തേഡുകളുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ മെത്തേഡാണ് നമ്മൾ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ കണക്ട് വാട്സപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുക. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഇവിടെ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനോ അതല്ല ഓൾറെഡി ലോഗിൻ ആണ് നമ്മുടെ ബ്രൗസറിലെങ്കിൽ അതിലേക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള ഓപ്ഷനോ വരും. സോ അതിൽ ക്ലിക്ക് ചെയ്തു. ശേഷം താഴെയായിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ബിസിനസ് പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നമുക്ക് പുതിയത് ക്രിയേറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബിസിനസ് പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. സോ ആ ഒരു കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മുടെ ബിസിനസ്സിൻ്റെ മെയിൽ ID, അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുക. ശേഷം താഴെ നമ്മുടെ കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ വന്ന് നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സോ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഓൾറെഡി ബിസിനസ് മാനേജർ സെലക്ട് ചെയ്ത് കൊടുക്കുകയും അതിനകത്ത് വാട്സപ്പ് അക്കൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ കാണാം. ഇല്ലെങ്കിൽ പുതിയത് ക്രിയേറ്റ് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വാട്സപ്പ് ബിസിനസ് അക്കൗണ്ടിന് എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക, നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിവിടെ വാട്സപ്പിൽ എന്താണ് ഡിസ്പ്ലേ ആയിട്ട് വരേണ്ടത് എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് കൊടുക്കുക. ശേഷം താഴെ വന്ന് എന്ത് കാറ്റഗറിയിലുള്ള ബിസിനസ് ആണെന്ന് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് API നമ്പർ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്പർ എഴുതി കൊടുക്കുക. അപ്പോൾ ഈ നമ്പറിൽ ആ സമയത്ത് വാട്സപ്പ് ഉണ്ടാവാൻ പാടില്ല. എന്നതിന് ശേഷം ടെക്സ്റ്റ് മെസ്സേജോ ഫോൺ കോളോ ചൂസ് ചെയ്ത് നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഓൾറെഡി ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ വാട്സപ്പ് ഡിലീറ്റ് ചെയ്ത ശേഷം മാത്രം ഇവിടെ ഉപയോഗിക്കാം. അപ്പോൾ OTP വന്നിട്ടുണ്ടാവും, അത് ഉപയോഗിച്ചുകൊണ്ട് വെരിഫിക്കേഷൻ ചെയ്യുക. നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പം നമ്മുടെ അക്കൗണ്ട് റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് പേയ്മെൻറ്റ് മെത്തേഡ്, ഇതിപ്പോൾ ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പ് പേയ്മെൻറ്റ് മെത്തേഡ് ഇവിടെ നിന്ന് ആഡ് ചെയ്യുകയോ അതല്ലെങ്കിൽ നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം. ഇപ്പോൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് നേരെ ബില്ലിംഗ് സെറ്റിങ്സിലേക്ക് വരിക. ഇവിടെ ആഡ് പേയ്മെൻറ്റ് മെത്തേഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഒരു ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്ത് നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, മാസ്റ്റർ അല്ലെങ്കിൽ വിസ കാർഡ് ആണ് നമുക്കിവിടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഒരു OTP വരും. ആ OTP കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. ഇപ്പോൾ കാർഡ് ഇവിടെ ആഡ് ആയിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ താഴെയായിട്ട് ബിസിനസ് ഇൻഫോ എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാം. അവിടെ വന്ന് നമ്മുടെ ബില്ലിംഗ് ഇൻഫർമേഷൻസ് കൂടി ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ രേഖകളിലും മറ്റും കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ബില്ലിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം. ഇത്രയും കൊടുത്തതിന് ശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നേരെ വാബിസിൽ തന്നെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്പറൊക്കെ ഇവിടെ കണക്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ ഒരു സെക്ഷനിൽ ഇതാ നമ്മളിപ്പം ഒരു നമ്പർ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ മൾട്ടിപ്പിൾ നമ്പേഴ്സൊക്കെ നമുക്ക് ഇതേ സെക്ഷനിൽ തന്നെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഈ നമ്പർ ഒന്ന് എടുത്തിട്ട് ഇതിലേക്ക് നമുക്കൊരു മെസ്സേജ് നോർമൽ വാട്സപ്പിൽ നിന്നും അയച്ചു നോക്കാം. ഈ നമ്പറിലേക്ക്, അതായത് നമ്മളിപ്പോൾ APIക്ക് വേണ്ടിയിട്ട് നിലവിൽ വാട്സപ്പില്ലാത്ത നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിലേക്ക് ഞാൻ ജസ്റ്റ് ഒരു ഹായ് അയക്കുകയാണ്. വാബിസിൻ്റെ പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷം ലൈവ് ചാറ്റ് എന്ന് പറയുന്ന സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മെസ്സേജ് വന്നിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനർത്ഥം നമ്മുടെ കണക്ഷൻസൊക്കെ ഓക്കെ ആണെന്നുള്ളതാണ്. ഇനി എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് ഒന്ന് റീപ്ലൈ ചെയ്ത് നോക്കാം. സോ ഇപ്പോൾ ഇവിടെ നിന്ന് അയക്കുന്ന ആ മെസ്സേജ് അവിടെ റിസീവ് ആയിട്ടുണ്ടെങ്കിൽ, അതായത് വാട്സപ്പിൽ തിരികെ റിസീവ് ആയിട്ടുണ്ടെങ്കിൽ ഓക്കെ, നമുക്കിപ്പോൾ ചാറ്റ് ബോട്ട് കാര്യങ്ങളുടെയൊക്കെ ബിൽഡിംഗ് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. ചാറ്റ് ബോട്ടുകൾ ക്രിയേറ്റ് ചെയ്യാനും യൂസ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ കുറച്ച് കാര്യങ്ങൾ കൂടി സെറ്റപ്പ് ചെയ്താൽ, അതായത് നമ്മുടെ ഇവിടെ ക്ലിക്ക് ചെയ്ത് പ്രോപ്പർ സെറ്റിങ്സും അതുപോലെ തന്നെ പേയ്മെൻറ്റ് മെത്തേഡ് കാര്യങ്ങൾ, ബിസിനസ് മാനേജ്മെൻറ്റ് വെരിഫിക്കേഷൻ തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പിന്നീട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അത് പിന്നീട് ചെയ്താലും മതി. അത് ചെയ്യുന്നതിന് വേണ്ടി, മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മാനേജ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വാട്സപ്പ് മാനേജർ ഓപ്പൺ ആയി വരുന്നതായിട്ട് കാണാം.
ഈ വാട്സപ്പ് മാനേജറിൽ വെച്ചിട്ടാണ് ഈ നമ്പറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ മാനേജ്മെൻറ്റും ഇതിൻ്റെ ബില്ലിങ്ങും അതുപോലെ തന്നെ ഇതിൻ്റെ എത്രത്തോളം മെസ്സേജ് അയക്കാൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ഏരിയയിൽ നിന്നാണ് മാനേജ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് 250 കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള പെർമിഷനേ ഉള്ളൂ. കാരണം നമ്മുടെ ബിസിനസ് മാനേജർ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. അതിൽ ബിസിനസ് വെരിഫിക്കേഷൻ ചെയ്തിട്ടില്ല. ഓൾറെഡി ചെയ്തതാണെങ്കിൽ ഇത് 1000 എന്ന് ഫസ്റ്റ് ഡേയിലും തുടർന്ന് 10,000 എന്നുള്ള രീതിയിലും പിന്നെയും 24 മണിക്കൂർ കഴിയുമ്പോൾ 1,00,000 എന്നുള്ള രീതിയിലൊക്കെ കൂടിക്കോളും. പക്ഷെ അത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഫോൺ നമ്പേഴ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ പോയിട്ട് ഇതിൻ്റെ പ്രൊഫൈൽ ഒന്നുകൂടി സെറ്റ് ചെയ്യാം. ഇതേ പേജിൽ തന്നെ ഫോൺ നമ്പേഴ്സ് ഉണ്ട്. ഫോൺ നമ്പേഴ്സിൽ സെറ്റിങ്സിൽ പോവാം. സെറ്റിങ്സിൽ ആദ്യം ഇൻസൈറ്റ് കാണാം, എത്രത്തോളം മെസ്സേജുകൾ അയച്ചു, എത്ര കോൺവെർസേഷൻ റേറ്റ് എത്ര തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്ന് കാണാൻ വേണ്ടി സാധിക്കും. പ്രൊഫൈലിൻ്റെ സെക്ഷനിലേക്ക് വരിക. മുകളിലായിട്ട് പ്രൊഫൈൽ പിക്ചർ മാറ്റാനുള്ള ഓപ്ഷൻ കാണാം. പ്രൊഫൈൽ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക, ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്ത് ഫയൽ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ അപ്ഡേറ്റ് ആവും. ഡിസ്പ്ലേ നെയിമിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിലും അതുപോലെ തന്നെ ബ്ലൂ ടിക്കിന് അപ്ലൈ ചെയ്യേണ്ടതും ഇവിടെയാണ്. പക്ഷേ ബിസിനസ് മാനേജറിൻ്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബ്ലൂ ടിക്കിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്തിട്ട് സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പ്രൊഫൈൽ സെറ്റായി കഴിഞ്ഞു. സോ പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഈ ഒരു ബിസിനസ് മാനേജർ വെരിഫിക്കേഷൻ എവിടെ നിന്ന് ചെയ്യാമെന്ന് നോക്കാം. സോ ഇപ്പോൾ 250 കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാനേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ നമ്പറിൽ സ്ഥാപനത്തിൻ്റെ പേര് കാണിച്ച് തുടങ്ങിയിട്ടുണ്ടാവില്ല. സോ ഇത് രണ്ടും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം. സോ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഉള്ള വെരിഫൈ യുവർ ബിസിനസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇൻക്രീസ് ലിമിറ്റിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്യുക. നേരെ ഇതുപോലൊരു വിൻഡോയിലേക്ക് വരും. ഇവിടെ താഴെയായിട്ട് എലിജിബിൾ ഫോർ വെരിഫിക്കേഷൻ എന്ന് കാണാം. അവിടെ സ്റ്റാർട്ട് വെരിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ബിസിനസ് മാനേജർ വെരിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് കാണിക്കുന്ന രേഖയും മറ്റുമൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയോ അതല്ലെങ്കിൽ ഓൾറെഡി LLP പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെങ്കിൽ നേരെ ക്ലെയിം ചെയ്തെടുക്കുകയോ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓവർവ്യൂവിൻ്റെ സെക്ഷനിൽ തന്നെ വന്ന് സെറ്റിങ്സ് എന്നുള്ള സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വാട്സപ്പ് അക്കൗണ്ട് കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത് പോകുന്നത് നമ്മുടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനല്ല, പക്ഷേ പേയ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എവിടെയാണ് വരുന്നത് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ്. സോ വാട്സപ്പ് അക്കൗണ്ടിൻ്റെ താഴെ വന്നിട്ട് പേയ്മെൻറ്റ് സെറ്റിങ്സിലേക്ക് പോയി. സോ നമ്മൾ നേരത്തെ ഒരു കാർഡ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കാർഡ് ഇവിടെ നമുക്കിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ കാർഡ് നമുക്ക് ഓൾറെഡി ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ പുതിയ കാർഡ് ഇവിടെ നിന്ന് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ബാക്കപ്പ് കാർഡും മറ്റുമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നിലവിലുള്ള കാർഡ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതും ചെയ്യേണ്ട സൗകര്യം ഇവിടെ ഉണ്ടാവും. സോ അത് കാർഡ് ഇവിടെ നിന്ന് ആഡ് ചെയ്ത് കൊടുക്കുക, അത് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ അതുപോലെ തന്നെ താഴത്തെ ബിസിനസ് ഇൻഫോയും ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. നമുക്ക് വരുന്ന എല്ലാ ട്രാൻസാക്ഷൻസിൻ്റെയും എത്ര എമൗണ്ട് ബാലൻസ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഇത്രയും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വാബിസ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ പ്രാപ്തമായി കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്ത് തുടങ്ങാവുന്നതാണ്.